നമുക്ക് ഇത്തവണ വലിയ പെരുന്നാൾ ആഘോഷം വെസ്റ്റ് ബംഗാൾ മാതൃകയിലാക്കാമെന്ന് തോന്നുന്നു. വെസ്റ്റ് ബംഗാളിൽ പുതുതായി അധികാരമേറ്റെടുത്ത BJP സർക്കാർ വലിയ പെരുന്നാളിന്റെ മൃഗബലിക്ക് കർക്കശമായ നിയന്ത്രണങ്ങളാണ് നിരോധങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഒരു തീരുമാനത്തിലെത്തുകയുണ്ടായി. മുസ്ലിങ്ങൾ ഇത്തവണ മാട്ടിറച്ചി കഴിക്കേണ്ടതില്ല, മാടുകളെ, കന്നുകാലികളെ, പ്രത്യേകിച്ച് ബീഫ്, കാള, പോത്ത് തുടങ്ങിയവ ബലിയേർക്കേണ്ടതില്ല, പകരം ആടിനെ അറുത്താൽ മതി എന്നൊരു തീരുമാനത്തിൽ അവർ കൂട്ടത്തോടെ എത്തിച്ചേർന്നതായി കേൾക്കുന്നു, വാർത്തകളിൽ കാണുന്നു. ഇതാണ് അവിടുത്തെ ഗ്രാമീണ കർഷകരെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ബക്രീദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിലെ മൃഗബലിയുടെ ആവശ്യത്തിലേക്കായി ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിലെയും നിരവധി ഗ്രാമങ്ങളിലാണ് ഗ്രാമീണർ മൃഗങ്ങളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഈദ് ദിവസം അതിനൊരാഴ്ച മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ വ്യാപാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. കാരണം ഒരു വർഷം മുഴുവനുള്ള കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ഇതിനോടനുബന്ധിച്ച് ഇവരുടെ കന്നുകാലികൾ വിട്ടുപോകുന്നത് മുസ്ലിങ്ങളുടെ ബലിയെറുക്കലിന്റെ ആവശ്യത്തിലേക്കായി. ആ ഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ കൂട്ടത്തോടെ മാടുകളെ, അതായത് കാള, പശു, പോത്ത് തുടങ്ങിയ മൃഗങ്ങളെ, വലിയ മൃഗങ്ങളെ ഇത്തവണ അറുക്കേണ്ടതില്ല, പകരം ആടിനെ അറുക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അവർ വെറുതെ അങ്ങോട്ട് തീരുമാനിച്ചതല്ല. അത് സർക്കാരിന്റെ BJP പുതുതായി അധികാരമേറ്റെടുത്ത നമ്മുടെ സുവേന്ദു അധികാരിയുടെ ഹുങ്കിന് മുമ്പിൽ അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താനേ കഴിയുമായിരുന്നുള്ളൂ. അവിടെ കൊണ്ട് അവസാനിക്കാതെ കന്നുകാലികളെ ട്രാൻസ്പോർട്ടിംഗ് നടത്തുന്ന കർഷകരെ, മുസ്ലിങ്ങളല്ലാത്ത കർഷകരെയും അവർ തടഞ്ഞു. കാരണം നിങ്ങളുടെ മാതാവോ ദൈവമോ ഒക്കെ ആയ ഈ മൃഗങ്ങളെ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയി പൂജിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യുവിൻ, ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് കൂട്ടത്തോടെ തീരുമാനമെടുത്തു. ഇത് ചെറിയ തോതിലൊന്നുമല്ല ഗ്രാമീണ കന്നുകാലി കർഷകർക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേ മാതൃക പിന്തുടർന്ന് ഇന്ത്യയിൽ ഉടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വർഷം ഏതായാലും വലിയ കന്നുകാലികളെ അറുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ മുസ്ലിങ്ങളുടെ ഈ ആഘോഷത്തിന് യാതൊരു പോറലും ഏൽക്കുകയില്ല. അതിന് ആത്മീയമായോ ഭൗതികമായോ യാതൊരു തകരാറും സംഭവിക്കുകയുമില്ല. അവരുടെ വിശ്വാസവുമായി കാളകളെ അറുക്കണമെന്നോ പശുക്കളെ അറുക്കണമെന്നോ യാതൊരു ഉത്തരവാദിത്വവും യാതൊരു നിർബന്ധവും ഈ മതത്തിലില്ല എന്നുള്ളതാണ് സത്യം. മൃഗബലി നടത്തിയില്ലെങ്കിൽ അവരുടെ മതം ആകെ തകർന്നടിഞ്ഞു പോകും എന്നൊക്കെയുള്ള മൂഢധാരണ വെച്ചു പുലർത്തുന്ന ചിലരാണ് മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇതുപോലെ മൃഗബലിക്കെതിരായ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും നിലവിലുള്ള നിയമങ്ങളെ തന്നെ ശക്തിപ്പെടുത്തുകയും കൂടാതെ റോഡിലൂടെ നടന്നു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള കയ്യിലെ പൊതികൾ എന്താണ്, അതിനകത്ത് എന്താണെന്ന് അന്വേഷിക്കുകയും തിരിച്ച് അതിന്റെ പേരിൽ അവരെ മർദ്ദിക്കുകയും കൊലപാതകം വരെ നടത്തുകയും ചെയ്യുന്നു, മോബ് ലിഞ്ചിങ്. ഇതിനെ ചോദ്യം ചെയ്ത് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ UAPA ചുമത്തി കാരാഗ്രഹത്തിലടക്കുകയും ചെയ്യുന്നു. ആരും ചോദിക്കാനും പറയാനുമില്ല. ഇവിടെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരുണ്ടെന്ന് പറയുന്നു, പക്ഷെ അവർക്ക് ഇതൊന്നും അവരുടെ വിഷയത്തിൽപ്പെട്ടതല്ല, ഗൗരവമുള്ള വിഷയമായി അവർ കാണുന്നില്ല. ഇത് വെറും മുസ്ലിങ്ങളുടെ ഏതോ ചില്ലറ നിസ്സാര പ്രശ്നമായിട്ട് ഈ മോബ് ലിഞ്ചിങ്ങിനെ ഇവർ കാണുന്നുള്ളൂ. ബീഫ് നിരോധത്തിന്റെയും അതിനോടനുബന്ധിച്ചുള്ള കൂട്ടക്കൊലകളുടെയും അതിനോടനുബന്ധിച്ചുള്ള വഴിനീളയുള്ള ഗുണ്ടായുസത്തിന്റെയും കൗ വിജിലൻസ്, ഗോരക്ഷക് തുടങ്ങിയ ഗുണ്ടാ സംഘങ്ങൾ റോഡിൽ പതുങ്ങിയിരുന്ന് ഒറ്റക്കോ മറ്റോ പോകുന്ന വേഷം കൊണ്ട് മുസ്ലിം എന്ന് തോന്നിയ ആളുകളെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കുകയും വധിക്കുകയും ചെയ്യുന്നു. അവരുടെ കയ്യിലുള്ള തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകുന്നു. ചോദിക്കാൻ നിയമങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഇവിടെ ഇല്ല. ലോകത്തിലെ രണ്ടാമത്തെ ബീഫ് എക്സ്പോർട്ടറാണ് ഇന്ത്യ. ഒന്നാമത് ബ്രസീലാണത്രേ. ഈ എക്സ്പോർട്ടിംഗ് കമ്പനികൾ മുഴുവൻ നിലകൊള്ളുന്നത് UPയിലും മഹാരാഷ്ട്രയിലുമാണ് മുഖ്യമായും. ഇതിന്റെ ഉടമസ്ഥർ ചില കമ്പനികളിൽ മുസ്ലിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ടെന്നല്ലാതെ മിക്കവാറും എല്ലാ കമ്പനികളുടെയും ഉടമസ്ഥന്മാർ ഹിന്ദുക്കളാണ്. രാജ്യത്തെ APEDA, അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പരിപൂർണ സമ്മതത്തോടുകൂടി പ്രവർത്തിക്കുന്ന 80-ലധികം ഇറച്ചി സംസ്കരണ പ്ലാന്റുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൂടെയാണ്, അവയുടെ കയറ്റുമതിയിലൂടെയാണ് ഇന്ത്യ ലോകത്ത് തന്നെ
മാട്ടിറച്ചി കയറ്റുമതിയിൽ 2ാം സ്ഥാനത്തെത്തി നിൽക്കുന്നതും. 35,000 കോടി വിദേശ നാണയം ഇന്ത്യ നേടുന്നത് ഈ മാട്ടിറച്ചി കയറ്റുമതിയിലൂടെയാണ്. ഇങ്ങനെയുള്ള രാജ്യത്തിന്റെ തെരുവുകളിലാണ് മാട്ടിറച്ചി കൈവശം വെച്ചു എന്നതിന്റെ പേരിലോ മാടിനോടൊപ്പം സഞ്ചരിച്ചു എന്നതിന്റെ പേരിലോ ആളുകൾ തല്ലിക്കൊല്ലപ്പെടുന്നത്. നിയമവാഴ്ച നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യത്തിലാണ് ഇതിനെതിരെ നിയമ നടപടികൾക്ക് പോലും ആർക്കും തുനിയാനാവാത്തത്. നിയമ നടപടികൾക്ക് വേണ്ടി സമീപിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കുന്നത്. ഇത് ചോദിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ നാവ് പൊങ്ങുന്നില്ല. ഈ രാജ്യത്ത് ബീഫ് പശുവെന്നോ കാളയെന്നോ പോത്തെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇത് കഴിക്കാൻ പാടില്ല, അതിൻ്റെതായ ആത്മീയ കാരണങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ തോതിൽ മാട്ടിറച്ചി കയറ്റുമതി നടത്തുന്ന ഈ ഫാക്ടറികൾ ഇവിടെ നിലനിൽക്കുന്നു? എന്തുകൊണ്ട് പ്രതിപക്ഷം പോലെയുള്ള ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതുജന താല്പര്യമുള്ള ഒരു സംഘടനക്ക് ഈ മാട്ടിറച്ചി പ്രോസസ്സിംഗ് കമ്പനികൾ 80-ലധികം ഒഫീഷ്യലായി നിലകൊള്ളുന്ന ഈ സ്ഥാപനങ്ങളിലേക്ക് ഒരു മാർച്ച് നടത്താനാവുന്നില്ല? അവരുടെ മുമ്പിൽ ഒരു പിക്കറ്റിംഗ് ഏർപ്പെടുത്താൻ എന്തുകൊണ്ട് ഇവർക്കാവുന്നില്ല? വഴിയെ പോകുന്ന പാവം പിടിച്ച ആളുകളെ നോക്കി തല്ലിക്കൊല്ലുന്നതിന് പകരം ഇവർക്ക് എന്തുകൊണ്ട് രാജ്യത്തിന്റെ 2ാം സ്ഥാനത്തേക്ക് മാട്ടിറച്ചിയിലൂടെ വരുമാനം നേടുന്ന ഈ രാജ്യത്തെ സ്ഥാപനങ്ങളുടെ മുമ്പിലേക്ക് ഒരു മാർച്ച് പാസ് നടത്തിക്കൂടാ? എന്തുകൊണ്ട് ഒരു സമരം സംഘടിപ്പിച്ചുകൂടാ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? മാട്ടിറച്ചി കഴിച്ചതിനോ കൈവശം വെച്ചതിനോ മാടിന്റെ കൂടെ സഞ്ചരിച്ചതിനോ മാടിനെ വാഹനത്തിൽ കയറ്റിയതിനോ വഴിനീള ഗുണ്ടാസംഘങ്ങൾ പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ മാട്ടിറച്ചി കയറ്റുമതിക്കാരായ രാജ്യം ഇതിനെ രണ്ടിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ചിന്തയോ ഒരു ചർച്ചയോ ഒരു ഡിബേറ്റോ ഇവിടെ കാണുന്നുമില്ല. ബലി എന്നതിന് വിശാലമായ വിപുലമായ അർത്ഥസങ്കേതങ്ങളുമുണ്ട്. കേവലം ഒരു മാടിനെ അറുക്കലല്ല അത് ദൈവമാർഗത്തിലുള്ള സാക്രിഫൈസിന്റെ പരിത്യാഗത്തിന്റെ കൂടി ഒരു വ്യാഖ്യാനം അതിനുണ്ട്. രാജ്യത്തെ പ്രധാന മാട്ടിറച്ചി എക്സ്പോർട്ടർമാരായ സതീഷ് അഗർവാളിന്റെയും മദൻ മോഹന്റെയും വീടുകളിലേക്ക്, അവരുടെ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്താൻ ധൈര്യമുള്ളവർ ഈ രാജ്യത്തുണ്ടോ? പ്രതിപക്ഷത്തിന് അതിന് കഴിയുമോ? അതല്ലെങ്കിൽ ഇതിനെ പറ്റി വാചോടോപം നടത്തരുത്. AMR പ്രൊഡക്ട്സ്, അൽ അറേബ്യൻ എക്സ്പോർട്സ്, MKR ഫ്രോസൺ ഫുഡ്സ്, ഇതെല്ലാം ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള മാട്ടിറച്ചി കയറ്റുമതി സ്ഥാപനങ്ങളാണ്. ഇത്തരം 80-ലധികം സ്ഥാപനങ്ങൾ ഓതറൈസ്ഡ് അംഗീകൃത സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. പ്രധാനമായും UP-യിലും മഹാരാഷ്ട്രയിലുമാണത് BJP ഭരിക്കുന്നത്. അവിടെ ഒന്നും കാണാത്ത ഒരു അങ്കലാപ്പ്, ഒരു മൃഗത്തെ, ഒരു മാടിനെ തെളിച്ചുകൊണ്ട് റോഡിലൂടെ പോയാൽ അവരുടെ വിശ്വാസത്തിന് ഭംഗം വരുമത്രേ. കൂട്ടത്തോടെ കോടിക്കണക്കിന് ഉറുപ്പിയക്ക് മാടുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ മുൻവശത്തു കൂടി എന്തുകൊണ്ട് ഇവർക്കൊന്ന് മുദ്രാവാക്യം വിളിച്ചു പോയിക്കൂടാ? എന്തുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥന്മാരുടെ വീട്ടിലേക്ക് ഒരു ചെറിയ മാർച്ച് നടത്തിക്കൂടാ? എന്തുകൊണ്ട് ഈ കമ്പനികൾക്ക് മുമ്പിൽ ഒരു ചെറിയ പിക്കറ്റിംഗ് നടത്തിക്കൂടാ? ഇതൊന്നും ചെയ്യാതെ വഴിയിലൂടെ പോകുന്ന പാവപ്പെട്ടവന്റെ മേക്കെട്ട് കയറാൻ ഇത് എന്ത് തരം വിശ്വാസമാണ്, എന്ത് തരം സംസ്കാരമാണ്, എന്ത് തരം രാഷ്ട്രീയമാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മാട്ടിറച്ചിയില്ലാതെ വലിയ പെരുന്നാൾ മുസ്ലിങ്ങൾ ആഘോഷിക്കട്ടെ. ഇത് കർക്കശമായ നിലപാടെടുക്കണം ഈ വിഷയത്തിൽ. ഇതിന് വേണമെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടാം. വെസ്റ്റ് ബംഗാളിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരല്ല, വലിയ പണ്ഡിതന്മാർ തന്നെയാണ്. ആ രീതിയിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലും ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് വലിയ പെരുന്നാളിന് മൃഗങ്ങളെ ബഹിഷ്കരിച്ചേക്കാം. എന്നാൽ അതിൻ്റെ ആത്മീയ സത്തക്ക് എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്ന് അതാണ് നാം നേരത്തെ പറഞ്ഞത്. കർമ്മശാസ്ത്ര വിദഗ്ധന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ. സഹസമുദായത്തിന്റെ ദൈവസങ്കല്പങ്ങളിൽ നിൽക്കുന്ന മൃഗങ്ങളെയോ വസ്തുക്കളെയോ ഛേദിച്ചുകൊണ്ടോ ഖണ്ഡിച്ചുകൊണ്ടോ നമുക്ക് ഒരു ആരാധനയും ഇസ്ലാം അനുവദിക്കുമെന്നും അതിന് ആവശ്യപ്പെടുമെന്നും തോന്നുന്നില്ല. പശുക്കളും കന്നുകാലികളും മുഴുവൻ ഇവരുടെ ദൈവങ്ങളാണെങ്കിൽ നമുക്കത് വിട്ടുകൊടുത്തേക്കാം. അതേ സമയത്ത് വലിയ ആടുകളിൽ നിന്ന് കോഴിക്കടകളിലേക്കും മത്സ്യക്കടകളിലേക്ക് വരെ ഇവരുടെ ആരാധനാ ഭ്രാന്ത് നീളുന്നു. ഇവരുടെ വിജിലൻസ് ഗുണ്ടാസംഘങ്ങൾ മത്സ്യക്കടകൾ വരെ ആക്രമിച്ച് തകർക്കുന്നു എന്നും കേൾക്കുന്നു. അപ്പോൾ പിന്നെ ഈ രാജ്യത്ത് എന്താണ് ഭക്ഷിക്കാൻ അവശേഷിക്കുക എന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഒരു സഹസമുദായത്തോട്, സഹവിശ്വാസത്തോട്, അപരമതങ്ങളോട് പോരടിച്ചുകൊണ്ട്
അവിടെ ദൈവ പ്രതീകങ്ങളെ തകർത്തുകൊണ്ടോ നശിപ്പിച്ചുകൊണ്ടോ അവയെ ഭക്ഷിച്ചുകൊണ്ടോ മുസൽമാന് ഒരു ആരാധനയുടെയും ആവശ്യമില്ല. അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു മതമല്ല ഇസ്ലാം എന്നും തന്നെയാണ് സാധാരണക്കാരായ ആളുകൾ പോലും വിശ്വസിക്കുന്നത്. ഏതായാലും പണ്ഡിതന്മാർ ഇതിന് രംഗപ്രവേശം ചെയ്തേ മതിയാവൂ. ഈ അറിവിനെക്കുറിച്ച്, ഈ അറിവിനോടനുബന്ധിച്ചുള്ള കോലാഹലങ്ങളെക്കുറിച്ച്, ഇതോടനുബന്ധിച്ചുള്ള വഴിയിലെ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് പണ്ഡിതന്മാർ വേവലാതിപ്പെട്ടേ മതിയാവൂ. അവർ കർക്കശമായ കർമ്മശാസ്ത്ര നിബന്ധനകൾ മുന്നോട്ട് വെക്കണം. വിശ്വാസികളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന. പറയാൻ വിട്ടുപോയ ഒരു വിഷയം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്ത്യയിൽ ഗോരക്ഷക് എന്ന പേരിൽ തെരുവുകളിൽ മോബ് ലിഞ്ചിങ് നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ചും അവരുടെ പിന്നിൽ ആരാണ് എന്നതിനെക്കുറിച്ചും ചില വിവരങ്ങളൊക്കെ കേൾക്കാനുണ്ട്. അതായത് വൻകിട മാട്ടിറച്ചി എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് ചുളുവിലക്ക് കന്നുകാലികളെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടി, മറ്റാരും അത് ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാതിരിക്കാൻ വേണ്ടി അവരെ ഭയപ്പെടുത്തി നിർത്താനുള്ള സംഘങ്ങളാണ് ഇവയെല്ലാം എന്നാണ് ഒരു കോൺസ്പിറസി തിയറി കേൾക്കാനുള്ളത്. അത് കോൺസ്പിറസി തിയറി മാത്രമാണോ യാഥാർത്ഥ്യമാണോ എന്നറിഞ്ഞുകൂടാ. എങ്കിലും അതായത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ നടത്തുന്ന മാട്ടിറച്ചി എക്സ്പോർട്ട് കമ്പനികൾക്ക് മൃഗങ്ങളെ ചുളുവിലക്ക് കിട്ടാൻ വേണ്ടി അത് ലോക്കൽ മാർക്കറ്റിൽ മറ്റാരും അത് വാങ്ങാതിരിക്കുക എന്നുള്ള തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. സാധാരണ നിലക്ക് മുസ്ലിങ്ങളുടെ പെരുന്നാളിനോടും മറ്റും അനുബന്ധിച്ച് 70,000-വും ലക്ഷവും 2 ലക്ഷം വരെ വില വരുന്നു ഓരോ മാടിനും. ഈ രീതിയിൽ വിറ്റുപോകാൻ വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഇവരുടെ മൃഗങ്ങളെ ചുളുവിലക്ക് ഈ കമ്പനികൾക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് മറ്റാരും ഇത് വാങ്ങാതിരിക്കുമ്പോൾ ഗ്രാമീണർ കിട്ടുന്ന വിലക്ക് ഈ കമ്പനികൾക്ക് അവരുടെ മാടുകളെ ഏൽപ്പിച്ചു എന്ന് വരും. അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്, അതായത് മാട്ടിറച്ചി കയറ്റുമതി സംഘങ്ങളുടെ ഗൂഢസംഘങ്ങളാണ് ഈ ഗോരക്ഷക് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊരു ന്യായം, ഹിന്ദുക്കളുടെ വേദേതിഹാസങ്ങളിൽ എവിടെയും ഇങ്ങനൊരു മാട്ടിറച്ചി നിരോധനം കാണാൻ കഴിയുന്നില്ല എന്നതും ഈ മൃഗസംരക്ഷണം, മൃഗങ്ങളെ കൊല്ലുന്നതിനെതിരായ തിയറി ഉത്ഭവിച്ചിട്ട് അധിക കാലമായിട്ടില്ല എന്നും കേൾക്കുന്നു. ഹിന്ദു മതത്തിന് ആത്മീയമായ കാരണങ്ങളാൽ ഇങ്ങനെ ഒരു മൃഗബലി വിലക്ക് കാണുന്നില്ല. അതേ സമയത്ത് വലിയ തോതിൽ മൃഗങ്ങളെ ഹിംസിച്ചും കൊന്നും യാഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നു. ഇതെല്ലാം ഹിന്ദുക്കളുടെ ഇടയിലെ പണ്ഡിതന്മാർ വിലയിരുത്തേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം പുതുതായി ആരംഭിച്ച ഈ ഗോരക്ഷകിന്റെ ഗുണ്ടാ വിളയാട്ടങ്ങളെ കുറിച്ച് കാണാൻ. വ്യക്തമായും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ വൻകിട മാട്ടിറച്ചി കയറ്റുമതി കമ്പനികളായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഈ കമ്പനികളുടെ മുമ്പിൽ കന്നുകാലി വധ നിരോധനത്തിനുള്ള സമരങ്ങൾ സംഘടിപ്പിക്കട്ടെ. അതിൽ ഗോരക്ഷകിന്റെ സഹായവും അഭ്യർത്ഥിക്കാവുന്നതാണ്. രാജ്യത്തെ എല്ലാ ഗോരക്ഷകളും തെരുവിലെ വിളയാട്ടം അവസാനിപ്പിക്കാതെ തന്നെ ഇത്തരം കമ്പനികൾക്ക് മുമ്പിലും അവരുടെ പ്രവർത്തന മേഖലയാക്കി കൊണ്ടുവരട്ടെ. കമ്പനികൾക്ക് മുമ്പിലും അവർ സമരം നടത്തട്ടെ, മൃഗങ്ങൾക്ക് വേണ്ടി അവിടെ ശബ്ദമുയർത്തട്ടെ. ഇത് വലിയൊരു കച്ചവട തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതിൽ ഭക്തിക്കോ ആത്മീയതക്കോ ഹിന്ദു മതത്തിന്റെ മറ്റ് ധാർമ്മിക ചിന്തകൾക്കോ യാതൊരു ഇടവുമില്ല. ഇത് കൃത്യമായ വ്യക്തമായ കച്ചവട തന്ത്രം മാത്രമാണ് ഈ ഗോവധ നിരോധം എന്ന് വേണമെങ്കിൽ കരുതാനുള്ള ന്യായങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം.